ആശ ഉണ്ണിത്താൻ നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ആശ ഉണ്ണിത്താൻ, ഇവിടെ നോക്കൂ, ആദ്യം ഈ മുകേഷിനെതിരെ പരാതി ഉയർന്നു വന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയും ഒക്കെ പറഞ്ഞത് ഈ കുറ്റമുണ്ടോ എന്നുള്ള കാര്യം വരട്ടെ, ആരോപണങ്ങൾ ആർക്കെതിരെയും വരാമല്ലോ എന്നുള്ളതാണ്. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്, തെളിവ് ഉൾപ്പെടെ ഈ കുറ്റപത്രത്തിലുണ്ട്. ഇനി കോടതി പറയട്ടെ എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറിയുടെ നിലപാട്. പാർട്ടി ശരിയായിട്ടുള്ള തീരുമാനം എടുക്കുന്ന ഇപിയും പറയുന്നു. ഇങ്ങനെയാണോ ഒരു സർക്കാർ തന്നെ നിയമിച്ചിട്ടുള്ള അന്വേഷണ കമ്മിറ്റിയാണ് ഈ തരത്തിൽ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്? ഇതിൽ ഈ തരത്തിലാണോ മുന്നോട്ട് പോകേണ്ടത്, നിലപാടെടുക്കേണ്ടത്? നമ്മൾ ആഗ്രഹിക്കുന്നത് കൃത്യമായി തന്നെ നിലപാടെടുത്ത് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആ MLA തന്നെ രാജിവെച്ച് കൃത്യമായി നിയമത്തെ നേരിടുക എന്നുള്ളതാണ്. കാരണം ഒരാൾ ഒരു പ്രിവിലേജ്ഡ് പൊസിഷനാണ് MLA എന്നൊക്കെ പറയുന്നത്. ആ പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഈ തെളിവുകളും സാക്ഷികളും എല്ലാവരെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ സ്വാധീനിക്കില്ലായിരിക്കും, പക്ഷേ അത് അതിജീവിതയുടെ മനസ്സിലും പൊതുസമൂഹത്തിന്റെ മനസ്സിലും അതിനുള്ള അങ്ങനെ ഒരു ആപ്രിഹെൻഷൻ, അങ്ങനെ ഒരു ഭയം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ലോകത്ത് എല്ലാവരും ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തർ അമേരിക്കൻ പ്രസിഡന്റിനോട് രാജിവെക്കാൻ പറയുന്ന ആൾക്കാരല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾക്ക് വരുന്ന സമയത്ത് ആ ഒരു മര്യാദ കീപ്പ് ചെയ്തുകൊണ്ട് അത് രാജിവെച്ച് മാറി നിന്ന് അന്വേഷണം നേരിട്ട് അതിനുശേഷം തിരിച്ചു വരട്ടേതാണ്. അന്വേഷണം നേരിട്ടല്ല, കൃത്യമായി ഇതുവരെ കോടതിയിൽ ട്രയൽ നേരിട്ട് തിരിച്ചു വരികയാണ് വേണ്ടത്. അല്ലാതെ ഈ പ്രിവിലേജ് പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊരു കീഴ്വഴക്കവും കൂടിയാണ് ഒത്തിരി കാര്യങ്ങളിൽ. ഇപ്പൊ എതിർഭാഗം, അതായത് ഇപ്പൊ പ്രതിപക്ഷമായിരിക്കുന്ന ആളുകളുടെ കാര്യങ്ങളിലൊക്കെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് ഇതുപോലെ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതാണ് വിചാരിക്കുന്നത്. ഇത് ഗവൺമെന്റിന്റെ കാര്യമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പൊ പാർട്ടിയുടെ കാര്യം മാത്രമല്ലല്ലോ, അദ്ദേഹം പാർട്ടിയുടെ MLA അല്ല, അദ്ദേഹം ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ്, നമ്മുടെ പ്രതിനിധിയാണ്. അപ്പോ ആ പ്രിവിലേജസ് യൂസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ആപ്രിഹെൻഷൻ സർക്കാർ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ പൂർണ്ണമായിട്ടും മുന്നണി അതിൽ സമ്മർദ്ദം ചെലുത്തണം. മുന്നണി സമ്മർദ്ദം ചെലുത്തണമെങ്കിൽ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി CPM ആണ്. CPM അതിൽ നിന്നും ഒരു സമ്മർദ്ദം ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കുന്നതും അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. രാജ്യത്താദ്യമാണ്. തീർച്ചയായിട്ടും അത് അഭിനന്ദനം അർഹിക്കുന്നതാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ ഇതൊക്കെ ഇങ്ങനെ തന്നെ തുടരുകയാണിത് വെറും പ്രഹസനം മാത്രമാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതായത് അഭിനന്ദനം അർഹിക്കുന്നത് പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ ഫോളോ അപ്പ് അല്ലെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങൾ കൂടി അതുപോലെ തന്നെ മാതൃകാപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ഒരു ഉത്തരവാദിത്വം കൂടി നമ്മുടേതാണ്. അപ്പോൾ അത്തരം രീതിയിലും കൂടി മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനീഷ്യൽ ലെവലിലായിട്ടുള്ളൂ. ഈ സമ്മർദ്ദം എന്ന് പറയുന്നത് എല്ലാ കോണുകളിൽ നിന്നും എല്ലാവരും ആവശ്യപ്പെടുക തന്നെ ചെയ്യും. വളരെയധികം നന്ദി ആശ ഉണ്ണിത്താൻ. സംസാരിച്ചതിന് അഭിഭാഷക കൂടിയാണ് അവർ.